ഹലോ, ഇന്ന് ഞാൻ നമ്മുടെ സംഭവ ബഹുലമായിട്ടുള്ള വൈവയും പ്രസൻറ്റേഷനും കാണിച്ചു തരാം. നമ്മുടെ തേർഡ് സെമ്മിൽ ഒരു 1 മന്ത് ഇൻറ്റേൺഷിപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ വൈവോസിയും പ്രസൻറ്റേഷനുമാണ് ഇന്ന്. അപ്പോൾ നമുക്ക് 9:30 to 5:30 എന്ന സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പക്ഷേ പ്രൊഫസേഴ്സ് എല്ലാവരും വന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഒരു 11:30 ഒക്കെ ആയി. അപ്പോൾ ഓരോരുത്തരുടെ വൈവ കഴിയുമ്പോഴും ഇങ്ങനെ ഒരു കൂട്ടമുണ്ടാവും. ലൈക്ക് എന്തായിരുന്നോ, എങ്ങനെയായിരുന്നോ, ഈസി ആയിരുന്നോ, അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടി. ഇതേ ഡാർവിനൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയായപ്പോഴത്തേക്കും ചായ കുടിക്കാൻ ഹാർക്കിൽ പോയി. കാരണം ആദ്യത്തെ ഒരു 10 പേരുടെ 12 പേരെ കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഓപ്പൺ ലെക്ചറിൻ്റെ സമയമായി. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ബ്രേക്കിന് വിട്ടു. പിന്നെ ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് 2 മണിക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് 2 മണിക്ക് തിരിച്ച് ചെന്നു. അങ്ങനെ 4:30 വരെ അവിടെ ഇരുന്നപ്പോൾ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടി, ബാക്കിയുള്ളവരുടെ വൈവ ഇന്ന് നടത്തത്തില്ല, നാളെ ആയിരിക്കും എന്ന്. അങ്ങനെ നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് വന്നു. അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ വീണ്ടും വൈവയ്ക്ക് വേണ്ടി പ്രിപ്പയർ ആയിട്ട് ക്ലാസ്സിലേക്ക്. ബാക്കി ഒരു 25 ആളുടെയാണ് നടത്താനുണ്ടായിരുന്നത്. അവിടെ ചെന്ന് നോക്കുമ്പം ഡാർവിൻ ഇങ്ങനെ അവൻ്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് എന്തോ ചെയ്തുകൊണ്ടിരിക്കുക, എന്താണെന്ന് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് നമ്മുടെ പ്രസൻറ്റേഷനും വൈവയൊക്കെ ഒരു 12:30 ഒക്കെ ആയപ്പോഴത്തേക്കും കഴിഞ്ഞു. പിന്നെ നമ്മൾ ജൂനിയേഴ്സിൻ്റെ ക്ലാസ് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തവർക്ക് 1:30 വരെ ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെല്ലാവരും കൂടെ പോയിട്ട് അവരെ ഫ്രഷേഴ്സ് ഡേക്ക് വേണ്ടി ഇൻവൈറ്റ് ചെയ്തു. അങ്ങനെ ഇൻവിറ്റേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഇതാണ് നമ്മുടെ ജൂനിയേഴ്സ്. എല്ലാവരും ഇല്ല, കുറച്ച് ആൾ അന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ സരിത ചേച്ചിയൊക്കെ വന്നു. സരിത ചേച്ചിയാണ് നമ്മുടെ എന്താ പറയുന്നത്, മറന്നുപോയി. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെല്ലാവരും കൂടെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് നടന്നു. അങ്ങനെ വൈവ കഴിഞ്ഞ സന്തോഷത്തിൽ ഫേക്ക് ഫ്രണ്ട്സ് നടന്നു പോകുന്ന കണ്ടോ. അപ്പോഴത്തേക്കും ദിയയുടെയൊക്കെ വൈവ ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഫുഡ് എടുത്തിട്ട് വന്നു. അങ്ങനെ നമ്മളെല്ലാവരും അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. നെയ്ച്ചോറും ചിക്കനും ആയിരുന്നു. അതിന് നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയി. അത്രേ ഉള്ളൂ. കണ്ടില്ലേ ഇവിടുത്തെ അന്തേവാസികളെ. ബായ്.